ഹലോ. ഓൺലൈനിൽ ഒരു ബിസിനസ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ നമുക്കത് വളർത്തിക്കൊണ്ട് വരാം, എങ്ങനെ അതിൽ നിന്ന് തരക്കേടില്ലാത്തൊരു വരുമാനം ഏൺ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത്. തുടക്കം മുതലുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഞാനിത് പറഞ്ഞുതരാം. വളരെ എളുപ്പമാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഓൺലൈനിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഏത് മാർക്കറ്റിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകണമെന്നുള്ളത് ആദ്യം തന്നെ ഫിക്സ് ചെയ്യുക. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത് എന്താ പറയുക, ഒരു പേന എഴുതി തീരുമ്പോൾ അടുത്ത പേന എടുക്കുക, അങ്ങനെ ഒന്ന് കഴിയുമ്പോൾ ഒന്നെന്നുള്ള രീതിയിൽ അങ്ങനെ പെട്ടെന്ന് ആഴ്ചയിൽ മാറ്റാൻ പറ്റിയൊരു സംഗതിയല്ല നമ്മളുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഏതെങ്കിലും ഒന്നിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം അതിൽ നിന്നാലാണ് നമുക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാവുള്ളൂ. അപ്പോൾ തുടക്കം തന്നെ നിങ്ങളുടെ മാർക്കറ്റ് നീഷ് ഏതാണെന്നുള്ളത് പിക്ക് ചെയ്യുക. നിങ്ങളുടെ ഏത് മേഖലയിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ ഫിക്സ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ബാക്കിത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്മെൻറ്റ്, അടിത്തറയാണ്. അതിൽ നമുക്ക് ഒരു കോംപ്രമൈസും വരുത്താനായിട്ട് പറ്റില്ല. അപ്പോൾ തുടക്കം തന്നെ നിങ്ങൾ അത് ഫിക്സ് ചെയ്യണം. അതിൻ്റെ മേളിലായിട്ടാണ് നമ്മൾ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ അടിത്തറ ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യണം. ഏതാണ് നമ്മളുടെ നീഷ്, ഏതാണ് നമ്മളുടെ ചെറിയൊരു സെഗ്മെൻറ്റ്, ആ മാർക്കറ്റ് ഏതാണ്, അത് ഫിക്സ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സാണ്, അതായത് ഫിസിക്കൽ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈനിൽ പെട്ടെന്ന് ഡാമേജ് വരാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. അത് നിങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുക. ചിലപ്പോൾ അത് കാണാൻ ഭംഗിയുണ്ടാവും, ചിലപ്പോൾ ഒരുപാട് സെയിലുകൾ കിട്ടിയേക്കാം, പക്ഷേ നല്ല തലവേദനയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പണ്ട് ബ്ലൂടൂത്ത് സ്പീക്കർ ഞാൻ ഓൺലൈൻ വഴി സെല്ല് ചെയ്യേണ്ടതായിരുന്നു. ബ്ലൂടൂത്തിൻ്റെ സ്പീക്കർ കാണാൻ നല്ല ഭംഗിയുണ്ട്, കുറച്ച് വലിപ്പമൊക്കെ ഉണ്ട്, വില കുറവാണ് എന്നുള്ള രീതിയിൽ ഞാൻ എടുത്ത് സെല്ല് ചെയ്യാനിട്ട്. പക്ഷേ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ഡാമേജ് വരും. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഡാമേജ് കൂടാതെ കസ്റ്റമറുടെ കയ്യിൽ ഇത് കിട്ടിയാൽ തന്നെ ഈ സാധനം ഉപയോഗിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. അതായത് പെട്ടെന്ന് ഡാമേജ് വരുന്ന പ്രൊഡക്റ്റുകൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ബിസിനസ്സിലുള്ള എല്ലാവർക്കും ഉള്ളൊരു ഫീലിംഗ് ആണ്, ഒരു ഓർഡർ കിട്ടാൻ നേരത്ത് നല്ല സന്തോഷമായിരിക്കും, എല്ലാവർക്കും ഉള്ള ഫീലിംഗ് ആണ്. പക്ഷേ ഇത് കൊറിയർ അയച്ചു കൊടുത്ത് സാധനം അവിടെ കിട്ടുമ്പോൾ കസ്റ്റമർ കംപ്ലൈൻറ്റ് ചെയ്യാൻ നേരത്ത് ആ പ്രൊഡക്റ്റും ഡാമേജ് ആയിപ്പോയി, നമുക്കത് പിന്നീട് റീയൂസും ചെയ്യാനായിട്ട് സാധിക്കില്ല. കസ്റ്റമർക്ക് ഫുൾ റീഫണ്ടും കൊടുക്കേണ്ടതായിട്ട് വരും. അവർ തന്ന കാശ് സ്വാഭാവികമാണല്ലോ, അവർക്കത് ഭാരപ്പെട്ടില്ല, നമ്മൾ അവരുടെ കാശ് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊരു തലവേദനയായിട്ട് മാറും. നിങ്ങൾക്ക് പെട്ടെന്ന് ഡാമേജ് വരുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഒഴിവാക്കാം. അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കുക. നല്ല വലിപ്പമുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, കാരണം എന്ന് വെച്ചാൽ കൊറിയർ ചാർജ് കൂടും. നല്ല തൂക്കമുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കുക. രണ്ട് രീതിയിലാണ് ഇത് പ്രശ്നം പറഞ്ഞത്. ഒന്ന്, നിങ്ങൾ പുറത്തെ സംസ്ഥാനത്തു നിന്നൊക്കെയാണ് ഓർഡർ ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഷിപ്പിംഗ് ചാർജും കൂടുതലായിരിക്കും. ഇനി ഓരോന്നായിട്ട് നമ്മൾ കസ്റ്റമർക്ക് കൊറിയർ അയച്ചു കൊടുക്കാൻ നേരത്തെ അവിടെയും ഷിപ്പിംഗ് ചാർജ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഷിപ്പിംഗ് ചാർജ് നമ്മളുടെ പ്രോഫിറ്റിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നല്ല വലിപ്പമുള്ള പ്രൊഡക്റ്റുകൾ, നല്ല കനമുള്ള പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾ ഓൺലൈനിൽ ഒഴിവാക്കുക. പെട്ടെന്ന് ഡാമേജ് വരാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകളൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങൾ ഓൺലൈനിൽ ഒഴിവാക്കുക. കാരണം കുറച്ച് തലവേദനയായിട്ട് വരും. അപ്പോൾ ഇതാണൊരു അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കേണ്ടത്. ഫിസിക്കൽ പ്രൊഡക്റ്റാണ് നിങ്ങൾ സെല് ചെയ്യണമെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ മാർക്കറ്റ് ആദ്യം ഫിക്സ് ചെയ്യുക. അത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ നല്ല ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റ് പറയാൻ പറയുക, ടോയ്സ് നല്ല ഡിമാൻഡുള്ളതാണ്, പക്ഷേ ടോയ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നില്ല. അതുപോലെ തന്നെ ലേഡീസിൻ്റെ അപ്പാരൽസ്, ലേഡീസ് ബാഗുകൾ, അതുപോലെ ലേഡീസിൻ്റെ കുർത്തീസ്, അങ്ങനത്തെ കുറേ ഉണ്ടല്ലോ, സാരികൾ, ഇതെല്ലാം ഓൺലൈനിൽ ഡിമാൻഡുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. ബെഡ്ഷീറ്റ്, ഇതെല്ലാം ഡിമാൻഡ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു മേഖല ഏതാണോ, ഞാനിത് പറഞ്ഞു എന്ന് കരുതി ഇത് തന്നെ നിങ്ങൾ എടുക്കരുത്. കാരണം ചിലപ്പോൾ നിങ്ങൾക്കിത് സ്യൂട്ടബിൾ ആയിക്കൊള്ളണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റ് ഓരോന്നാണ്. ഇപ്പോൾ ചിലർക്ക് ഈ ചെറിയ ഗാഡ്ജറ്റ്സുകൾ വിൽക്കുന്നവരുണ്ട്, അതിനോട് നല്ല പാഷനുള്ളവരുണ്ടാവും. ഇലക്ട്രോണിക്സിൻ്റെ ഗാഡ്ജറ്റ്സുകൾ, ഇയർപോഡ്, അങ്ങനത്തെയൊക്കെ സംഗതികളുണ്ടല്ലോ, അത് സെല് ചെയ്യണവരുണ്ട്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഡിമാൻഡ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരെണ്ണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ അതിൻ്റെ കൂടെ നിന്നാൽ മാത്രമാണ് നമുക്ക് എവിടെയാണ് പ്രശ്നം, എന്താണ് പ്രശ്നം എന്ന് നോക്കി നമുക്ക് പതിയെ സോൾവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുള്ളൂ. തീരെ പറ്റാത്തതായിരിക്കും ചിലപ്പോൾ നമ്മൾ ആദ്യം പിക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് പെട്ടെന്ന് ഡാമേജ് വരുന്നതൊക്കെ ഒഴിവാക്കുക. കാരണം നിങ്ങളതിലേക്ക് ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ മനസ്സിലാണോ ഇത് ഓൺലൈനിന് പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല. ചിലപ്പോൾ ചിലതിന് ഷെൽഫ് ലൈഫ് വളരെ കുറവായിരിക്കും. നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആളുടെ കയ്യിൽ സാധനം കിട്ടുമ്പോഴത്തേക്കും ഇത് എക്സ്പയർ ആയി പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ചാലഞ്ചാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. കാരണം ഇറങ്ങിയതിന് ശേഷം മാത്രം
അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യലി കുറച്ച് ഫണ്ട് അവിടെ നമ്മുടെ പൊട്ടും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ബാക്കി ഏറെക്കുറെ എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് ഓൺലൈനിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. എപ്പോഴും പ്രൊഡക്റ്റ് തന്നെ ആവണമെന്നില്ല. പലരുടെയും ഒരു വിചാരം ഫിസിക്കലായിട്ട് എന്തെങ്കിലും കണ്ണിൽ കാണുന്ന എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് തന്നെ വേണമെന്നാണ്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട സർവീസുകളും ഓൺലൈനിലൂടെ പ്രൊവൈഡ് ചെയ്യാം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണം ഇംഗ്ലീഷ് ആയിരിക്കും നിങ്ങൾ പഠിച്ചതാണ്, MA നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാം. അതൊരു സർവീസാണ്. അത് പറയുമ്പോൾ ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് അല്ലല്ലോ, അത് കൊറിയർ അയച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. എങ്കിൽ അത് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് അതിൽ നല്ല പാഷനേറ്റഡ് ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും പ്രൊഡക്റ്റ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. സർവീസും നമുക്ക് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ, സൊസൈറ്റിയിൽ ഉള്ളൊരു പ്രോബ്ലത്തിനെ പ്രൊഡക്റ്റിലൂടെയോ സർവീസിലൂടെയോ പരിഹരിക്കുന്ന ഒരാളെയാണ് ബിസിനസ്സുകാരെന്ന് പറയുന്നത്. ആ എൻറ്റിറ്റിയാണ് ബിസിനസ് സ്ഥാപനം. പ്രൊഡക്റ്റ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ നിങ്ങളിത് നോക്കാം. പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വ്യക്തിപരമായിട്ട് നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് പല കാര്യങ്ങളിൽ അറിവുണ്ടായിരിക്കാം, പ്രത്യേക കഴിവുണ്ടായിരിക്കാം, എക്സ്പെർട്ടീസ് പരിചയ സമ്പത്തൊക്കെ ഉണ്ടായിരിക്കാം. എന്നിരുന്നാൽ കൂടിയും അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സംഗതിയിൽ പോയി കൈവെക്കണതായിട്ട് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത് ഇതാണെങ്കിൽ സർവീസുകളും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഘട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ്സിലെ പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ് സ്റ്റേജിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരുമാനം കൊണ്ടുതരുന്നത്. ബിസിനസ്സിൽ ഈ പ്രവൃത്തിയാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരുമാനം കൊണ്ടുതരുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, മാർക്കറ്റിംഗ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. പലരുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ അടുത്ത് എന്തോ ഒന്ന് വിൽക്കാനുണ്ട്, നമ്മൾ അതുമായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങേണ്ട ഒരു താമസം, ആളുകൾ ക്യൂ ആയിട്ട് നിന്ന് നമ്മളുടെ പ്രൊഡക്റ്റ് വാങ്ങുമെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. മറ്റേ ഈ ആപ്പിൾ ലോഞ്ചിൻ്റെ ടൈമിൽ ആളുകൾ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ, വലിയ വലിയ റെസ്റ്റോറൻറ്റുകളുടെ മുമ്പിലൊക്കെ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ, എന്നതുപോലെ നമ്മളുടെ അടുത്തും ആളുകൾ വരുമെന്നാണ് വിചാരം. വെറും തെറ്റിദ്ധാരണയാണ്. നിങ്ങളിപ്പോൾ ഒരു പ്രൊഡക്റ്റായിട്ട് വന്നാലും വന്നില്ലെങ്കിലും ഈ സൊസൈറ്റിക്ക് യാതൊരു പ്രശ്നമില്ല. നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇല്ലെങ്കിലും ഈ സൊസൈറ്റി സർവൈവ് ചെയ്ത് പോകും. നമുക്കാണ് ആളുകൾ ആവശ്യം. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുള്ള ആ പ്രൊഡക്റ്റ് വാങ്ങാൻ അല്ലെങ്കിൽ ആ സർവീസ് ഏറ്റെടുക്കാൻ താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അവരെ കണ്ടെത്താനുള്ള കഴിവ്, അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, എന്ത് സർവീസ് ആയിക്കോട്ടെ, കസ്റ്റമറെ കണ്ടെത്താനുള്ള ഒരു കഴിവ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ സ്ട്രഗിളിലായിരിക്കും, നിങ്ങൾ പ്രയാസപ്പെടും. യാതൊരു സംശയം അതിലില്ല. നിങ്ങളുടെ മോട്ടിവേഷൻ ചോർന്നു പോകും. കാരണം എന്ന് വെച്ചാൽ സെയിൽ നടക്കില്ല, നിങ്ങളുടെ കയ്യിലേക്ക് കാശ് വരുന്നില്ല. വളരെ പ്രയാസമാണ് നമ്മുടെ കയ്യിലേക്ക് കാശ് വരാതിരുന്നാൽ അത് കണ്ടിന്യൂ ചെയ്തു പോകാൻ. ഇവിടെ പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിസിനസ് മോശമായതുകൊണ്ടാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അത് കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ച് പുതിയ പ്രൊഡക്റ്റിൻ്റെ പുറകെയോ പുതിയ സർവീസിൻ്റെ പുറകെയോ പോകും. ഇത് വലിയ അപകടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ബിസിനസ് മോശമായതുകൊണ്ടല്ല, മറിച്ച് വേണ്ടത്ര രീതിയിൽ ഇറങ്ങിത്തിരിച്ച് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഇവിടുത്തെ കാരണം. അധിക സമയം ഇതായിരിക്കും കാരണം. ചില സമയത്ത് ബിസിനസ് മോശമായതുകൊണ്ടും ആവാം, അങ്ങനെയും ആവാം, അല്ലാന്ന് ഞാൻ പറയണില്ല. പക്ഷേ മാർക്കറ്റിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. കസ്റ്റമർ കണ്ടെത്താനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറയുക, നിങ്ങൾ ആ പ്രൊഡക്റ്റ് ഉപേക്ഷിച്ചു, നിങ്ങൾ പുതിയ പ്രൊഡക്റ്റ് എടുത്തു, ഇതേ അവസ്ഥ തന്നെ വരും. അതെടുക്കുമ്പോഴും കസ്റ്റമറെ കിട്ടണില്ല, കാര്യമായിട്ട് സെയിൽ നടക്കണില്ല, എന്ത് ചെയ്യും? ഒന്നും അറിയില്ല. അപ്പോൾ അടുത്തതിൻ്റെ പുറകെ പോകും. ഇതാണ് പലരും വരുത്തിക്കൊണ്ടിരിക്കുന്ന മിസ്റ്റേക്ക്. ഒരുപാട് പേര് ഈ മിസ്റ്റേക്കുകൾ വരുത്തുന്നുണ്ട്. കാരണം ഒരു വർഷം തന്നെ 3, 4, 5 ബിസിനസ്സൊക്കെ തുടങ്ങുന്ന ആളുകളുണ്ട്, 5ലും പൊട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കസ്റ്റമറെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അത് കസ്റ്റമറെ ഏത് രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ പഠിക്കണം. കസ്റ്റമേഴ്സ് എവിടെയാണോ ഉള്ളത്. ഇനി എങ്ങനെ നമുക്ക് കസ്റ്റമറെ കണ്ടെത്താം? ഇന്നത്തെ കാലത്ത് ഓൺലൈനിലൂടെ കസ്റ്റമറെ കണ്ടെത്താൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം, ഏറ്റവും വേഗത്തിൽ, ഏറ്റവും എളുപ്പത്തിൽ, ലാഭകരമായിട്ട് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കുന്നത് ഓൺലൈനിൽ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ടാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സൊസൈറ്റിയിലെ ബഹുഭൂരിപക്ഷം ആളുകളുടെയും അവരിന്ന് ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്.
ആളുകൾ എവിടെ ശ്രദ്ധ കൊടുക്കുന്നോ അവിടെ നമ്മൾ പരസ്യം ചെയ്യണം, അവിടെ നമ്മൾ വേണം. അപ്പോഴാണ് നമ്മളുടെ അടുത്ത് ഇന്ന പ്രൊഡക്റ്റ് ഉണ്ടെന്നും ഇന്ന സർവീസ് ഉണ്ടെന്നും നമ്മളിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുള്ള ആളുകൾക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. നമ്മളെന്നൊരു സംഗതി ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നവർക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ വളരെ എളുപ്പമായിട്ട്, അതായത് ഒരു ചെറിയ ക്ലാസ്സിലെ കുട്ടിക്ക് പറഞ്ഞു തന്നെ പോലെ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഇത് അങ്ങ് തിരിഞ്ഞിട്ടില്ല. അത് പലരും തെറ്റിദ്ധാരണ പ്രൊഡക്റ്റിലാണ് കളി എന്നാണ്. പ്രൊഡക്റ്റിലൊന്നുമല്ല കളി, മാർക്കറ്റിങ്ങിലാണ് കളി. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടിയത് കൊണ്ടോ സർവീസിൽ ഒരുപാട് ഫീച്ചറുകൾ ആഡ് ചെയ്തുകൊണ്ടൊന്നും ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് ഓർഡറുകൾ കിട്ടാനേ പോകുന്നില്ല. കാരണം ക്വാളിറ്റി എന്നുള്ളതൊരു കസ്റ്റമർ മനസ്സിലാക്കുന്നത് പ്രൊഡക്റ്റ് വാങ്ങിയതിന് ശേഷമാണ്, വാങ്ങി ഉപയോഗിച്ചതിന് ശേഷമാണ് ഒരു പ്രൊഡക്റ്റിൻ്റെയും സർവീസിൻ്റെയും ക്വാളിറ്റി കസ്റ്റമർ മനസ്സിലാക്കുന്നത്. അപ്പോൾ വാങ്ങുന്നതിന് മുമ്പേ ആ സെയിലിലേക്ക് എത്തിച്ചത് എന്താണ്? അത് വേറെ ഒന്നുമല്ല, മാർക്കറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയാണ്. നമ്മൾ എങ്ങനെ അത് മാർക്കറ്റിംഗ് ചെയ്തു എന്നതനുസരിച്ചിരിക്കും കസ്റ്റമർ അത് വാങ്ങുക എന്നുള്ളത്. കാരണം ക്വാളിറ്റി അവർ എക്സ്പീരിയൻസ് ചെയ്യണം, ആ ഫീലിംഗ് അവർ എക്സ്പീരിയൻസ് ചെയ്യണം എപ്പോഴാണെന്ന് വെച്ചാൽ വാങ്ങി ഉപയോഗിച്ചതിന് ശേഷമാണ്. ചില പ്രൊഡക്റ്റുകൾ 1, 2, 3 മാസം ഉപയോഗിച്ചതിന് ശേഷമാണ് ഇത് ക്വാളിറ്റി ഉള്ളതാണോ ഇല്ലയെന്നൊക്കെ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ക്വാളിറ്റി നിർബന്ധമില്ലാത്തൊരു സംഗതിയാണോ, ക്വാളിറ്റി വേണ്ടാന്നാണോ നിങ്ങൾ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല. ക്വാളിറ്റി വേണം. ക്വാളിറ്റി എവിടെയാണ് നമ്മളെ സഹായിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്ന കസ്റ്റമറെ നിലനിർത്താനായിട്ട്. ഒരു കസ്റ്റമർ ഒരു തവണ വാങ്ങിപ്പോയി അവർ വീണ്ടും നമ്മുടെ അടുത്തേക്ക് വന്നുവെങ്കിൽ അവിടെ നമുക്ക് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റും സർവീസും കൂടിയേ തീരും, അല്ലെങ്കിൽ അവർ വരില്ല. ക്വാളിറ്റി നിർബന്ധമായിട്ടുള്ള സംഗതിയാണ്. ക്വാളിറ്റി ഉള്ളതോടൊപ്പം തന്നെ മാർക്കറ്റിങ്ങും നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. എന്നാലാണ് ഇനീഷ്യൽ ഓർഡർ കിട്ടുള്ളൂ. ആദ്യത്തെ ഓർഡർ കിട്ടണമല്ലോ, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ അവർക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. ഇതിലേക്ക് അവരെ സഹായിക്കുന്നത് മാർക്കറ്റിംഗ് ആണ്. അതാ ഞാൻ പറഞ്ഞ മാർക്കറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയാണ് ആദ്യം നിങ്ങളെ സഹായിക്കുന്നത്, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ല. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. മാർക്കറ്റിങ്ങിനെ മുഖവിലക്കെടുക്കുക. അപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണ് നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നത്. എങ്ങനെ ചെയ്യാം? ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കാം. മറ്റ് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സെയിൽ നടന്നാൽ നിങ്ങൾ കമ്മീഷൻ കൊടുക്കണം. സോഷ്യൽ മീഡിയ വഴി സെയിൽ നടന്നാൽ നിങ്ങൾ ആർക്കും കമ്മീഷൻ കൊടുക്കണ്ട, അത് നിങ്ങളുടെയാണ് ആ കാശ്. ഇപ്പോൾ ഫേസ്ബുക്ക് വഴി ഒരു സെയിൽ നടന്നു, ഫേസ്ബുക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് കാശൊന്നും ചോദിക്കണില്ല. പെയ്ഡ് പരസ്യങ്ങൾ നമുക്കൊരു സൈഡിൽ ചെയ്യാം, അതിന് നമ്മൾ കാശ് കൊടുക്കണം. സൗജന്യമായിട്ട് ഓർഗാനിക്കായിട്ടുള്ള മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യാം. അതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ ചെയ്ത് പരീക്ഷിച്ചിട്ട് എനിക്ക് വിജയം കണ്ടേക്കുന്ന ഒരു സംഗതിയാണിത്. ഇന്നും ഞാൻ എൻ്റെ പ്രൊഡക്റ്റുകൾക്കും സർവീസുകൾക്കും വേണ്ടി ഓർഗാനിക്കായിട്ടുള്ള 95% ഞാൻ കാശ് കൊടുത്തിട്ടല്ല പരസ്യം ചെയ്യാറ്, അല്ലാതെയാണ് ചെയ്യുന്നത്. കാശ് കൊടുത്ത് പരസ്യം ചെയ്യൽ മോശമാണെന്നോ അതുകൊണ്ടൊരു ഉപകാരമില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാതെ നമുക്ക് തുടക്ക സമയത്ത് ചെയ്യാനായിട്ട് സാധിക്കും. 3 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളൊരു പേജ് ക്രിയേറ്റ് ചെയ്യുക. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്. ഈ 3 ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട്, ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് തുടർച്ചയായിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിംഗ് നിങ്ങൾ ചെയ്യാം. വീഡിയോ രൂപത്തിലായിരിക്കണം ഇത് ചെയ്യണത്. ഇതിനെയാണ് കണ്ടൻറ്റുകൾ എന്ന് സാധാരണ നമ്മൾ പറയാറ്. കണ്ടൻറ്റുകൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു പ്രത്യേക ഇൻഫർമേഷൻ വീഡിയോ രൂപത്തിലോ ടെക്സ്റ്റ് രൂപത്തിലോ പിക്ചറിൻ്റെ രൂപത്തിലോ ഓഡിയോയുടെ രൂപത്തിലോ നമ്മൾ പ്രൊവൈഡ് ചെയ്യണ ഒരു പ്രത്യേക ഇൻഫർമേഷനെയാണ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കണതാണ്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വീഡിയോയാണ്. വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇന്ന് വീഡിയോയാണ് കാണുന്നത്. എല്ലാവർക്കും നല്ല സ്പീഡുള്ള ഇൻ്റർനെറ്റ് ഉണ്ട്, സ്മാർട്ട് ഫോൺ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. വീഡിയോ കാണാനാണ് ആളുകൾക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇന്നത്തെ കാലത്ത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ് അധിക സമയം വീഡിയോയിലൂടെ തന്നെ ചെയ്യാനായിട്ട് നോക്കാം. ഇത് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു ഭയമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഈ ഫേസ് എല്ലാം കാണിച്ച് പബ്ലിക്കായിട്ട് അത് എനിക്ക് പറ്റില്ല. കാരണം ചിലവർക്ക് ഫാമിലിയിൽ നിന്ന് പെർമിഷൻ ഉണ്ടാവില്ല. സ്ത്രീകൾക്കാണെങ്കിൽ ഒരു പക്ഷേ ഫാമിലിയിൽ നിന്നൊന്നും പെർമിഷൻ ഉണ്ടാവില്ല. ഫേസ് എല്ലാം കാണിച്ച് പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ബിസിനസ് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാമെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതവർക്ക് പറ്റിയതല്ല. നിങ്ങൾക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ് കാണിക്കാതെ നിങ്ങൾക്ക് ചെയ്യാം. പ്രൊഡക്റ്റിനെ വിശദീകരിച്ചുകൊണ്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റാണ്, ഒരു ലേഡീസ് ബാഗാണ് നിങ്ങൾ സെല് ചെയ്യണമെന്ന് വിചാരിക്കാം. ലേഡീസ് ബാഗിനെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാലോ. ക്യാമറ ലേഡീസ് ബാഗുമായിട്ട് തിരിച്ചു വെച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാലോ. നിങ്ങളുടെ ഫേസിലേക്ക് തിരിക്കണ്ട. അതാണല്ലോ നിങ്ങൾക്ക് പ്രയാസമെന്ന് പറയണത്. അത് ചെയ്യണ്ട. പ്രൊഡക്റ്റിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാലോ. നിങ്ങളുടെ ഓഡിയോ ഉപയോഗിക്കാമല്ലോ, ശബ്ദം ഉപയോഗിക്കണതിന് പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്ന സംഗതികളാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യണം. പിന്നെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ് കൺസിസ്റ്റൻസി ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ. അത് തുടർച്ച അവർ ഇന്ന് ചെയ്യും,
പിന്നെ ഒരാഴ്ചത്തേക്ക് ഒന്നും ചെയ്യൂല, പിന്നെ അടുത്ത ആഴ്ച ചിലപ്പോൾ ഒരെണ്ണം ചെയ്യും, ചിലപ്പോൾ ഒരു മാസം ഒരെണ്ണം ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് എന്നല്ല ഒരു കാര്യവും ലൈഫിൽ വർക്കൗട്ട് ആവില്ല. ഇപ്പം നിങ്ങളുടെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ട്, നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു ദിവസം ചെയ്ത് റിസൾട്ട് ഇല്ലെങ്കിൽ അതപ്പം തന്നെ നിർത്തല്ല വേണ്ടത്, തുടർച്ചയായിട്ട് ചെയ്യണം. ചില കാര്യങ്ങൾക്ക് നമുക്ക് റിസൾട്ട് വന്നുവെങ്കിൽ റൈറ്റ് ആക്ഷൻ റൈറ്റ് ക്വാണ്ടിറ്റിയിൽ ചെയ്യണം. ആക്ഷൻ ചെയ്യണത് കറക്റ്റായിരിക്കും, പുഷപ്പ് എടുക്കുന്നത് കറക്റ്റായിരിക്കും, പക്ഷെ ഒരു ദിവസം എടുത്ത് അതോടുകൂടി നിർത്തി കഴിഞ്ഞാൽ ശരിയാവില്ല. അത് 2-3 ആഴ്ചയൊക്കെ എടുക്കുമ്പോഴാണ് പതിയെ റിസൾട്ടുകൾ കണ്ടു തുടങ്ങുന്നത്. കറക്റ്റാണ്, പുഷപ്പ് എടുക്കണതൊക്കെ കറക്റ്റാണ്, പക്ഷേ എക്സസൈസിൻ്റെ ആ രൂപമൊക്കെ ചെയ്യണതെല്ലാം കറക്റ്റാണ്, പക്ഷേ റൈറ്റ് ആക്ഷനാണ്, പക്ഷേ റോങ് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ചെയ്യണത്. വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അരിപ്പൊടി വേണം, വളരെ കുറച്ച് അരി മാത്രമാണ് ഇട്ട് കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ ഒട്ടും നമുക്ക് പൊടിയായിട്ട് കിട്ടില്ല, കാരണം മെഷീൻ്റെ ഇടയ്ക്കൊക്കെ പറ്റി പിടിച്ചിരിക്കാനേ അതുണ്ടാവുള്ളൂ. അതായത് റോങ് ക്വാണ്ടിറ്റി ആയിപ്പോയി. സംഗതി ശരിയാണ്, കറക്റ്റ് മെഷീനിലോട്ടൊക്കെയാണ് ഇട്ട് കൊടുത്തത്, പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറഞ്ഞു പോയി. അപ്പോൾ ക്വാണ്ടിറ്റി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം, അത് തുടർച്ചയായിട്ട് ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മാർക്കറ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യണം. ഈ തുടർച്ച കൈവിട്ട് പോയി കഴിഞ്ഞാൽ അത് ബിസിനസ്സിൽ നിന്നല്ല മാർക്കറ്റിങ്ങിൽ നിന്നല്ല ഒന്നിലും ഒരു അച്ചീവ്മെൻറ്റും നമുക്ക് കിട്ടാൻ പോണില്ല. കാരണം ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളുമായിട്ടാണ് നിങ്ങൾ മത്സരിക്കാൻ പോണത്. അപ്പോൾ അവരുടെ മുമ്പിൽ നിങ്ങളൊന്നും അല്ലാതെയായി പോകും. അപ്പോൾ തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യുക. ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഈ ഓൺലൈനാണ് ഏറ്റവും എളുപ്പമെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നിങ്ങൾ പുറത്തൊരു ബിസിനസ് ചെയ്യണതിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോപ്പ് എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുകയാണ്. നല്ലൊരു ലൊക്കേഷൻ നമുക്ക് കണ്ടെത്തണം, അത് ചാലഞ്ചിങ് ആണ്. നല്ല ലൊക്കേഷൻ, ആളുകളുള്ളൊരു ലൊക്കേഷൻ, പ്രൈം ലൊക്കേഷൻ നമുക്ക് കിട്ടിയാൽ തന്നെ ഷോപ്പിൻ്റെ അഡ്വാൻസ്, റെൻറ്റ്, അതേപോലെ തന്നെ ഇൻറ്റീരിയർ റെനോവേഷൻ അത് ചെയ്യണം, അതുപോലെ തന്നെ സ്റ്റോക്ക്, ഇതെല്ലാം കൂടി ചെയ്തു വരാൻ നേരത്ത് നല്ലൊരു തുക നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടും. ഇതെല്ലാം കഴിഞ്ഞാൽ തന്നെയാണ്, ഇതെല്ലാം അപ്പ് ഫ്രണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം മാത്രമാണ് ഇത് വിജയിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ തന്നെ സാധിക്കുള്ളൂ. ഒരുപാട് പേര് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെല്ലാം കണ്ടിട്ടുണ്ടാവും, ഒരു ഷോപ്പ് വരുന്നു പൂട്ടിപ്പോകുന്നു, അടുത്തത് വരുന്നു പൂട്ടിപ്പോകുന്നു, സ്ഥിരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. പറയുമ്പോൾ നമുക്ക് സുഖമാണ്, പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇറങ്ങിയ ആളുകളുടെ കാശ് നഷ്ടം, അവരുടെ ഉള്ളിലാണ് ആ ഒരു എന്താ പറയുക, ഒരു പ്രയാസം നമുക്ക് ഒരു പക്ഷേ കാണാൻ സാധിച്ചുള്ളൂന്നില്ല. നല്ല എമൗണ്ട് അതിൽ പോയിട്ടുണ്ട്. ചിലപ്പോൾ വർഷങ്ങളെടുത്തിട്ടായിരിക്കും അത് ഏൺ ചെയ്തത്. പ്രവാസികളായിരിക്കാം ഒരു പക്ഷേ, ഒരുപാട് കാലം പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ടിട്ടായിരിക്കും അത് ഏൺ ചെയ്തത്. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ അന്ന് നമുക്ക് അതേ ഓപ്ഷനുള്ളൂ. പക്ഷേ ഓൺലൈൻ വന്നതോടുകൂടി ഈ കഴിഞ്ഞ ഒരു 6, 7, 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് വലിയ മാറ്റം നമ്മുടെ മാർക്കറ്റിൽ സംഭവിച്ചു. ഓൺലൈൻ വന്നതോടുകൂടി ഒരുപാട് പേര് ഓൺലൈനിലേക്ക് വരാനായിട്ട് തുടങ്ങി. പക്ഷേ ഇപ്പോഴും സോഷ്യൽ മീഡിയ ബിസിനസ്സിനായിട്ട് ഉപയോഗിക്കുന്നവർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇനി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപയോഗിക്കുന്നില്ല. ഇന്ന് നമുക്കൊന്നും വേണ്ട, ഇന്ന് നമുക്കൊരു ഫിസിക്കൽ ലൊക്കേഷൻ വേണ്ട, വീട്ടിലിരുന്ന് ചെയ്യുന്നവരുണ്ട്, അവരുടെ ബെഡ്റൂമിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഇതൊന്നും നമുക്കൊരു 10 കൊല്ലം മുമ്പ് നടക്കില്ലായിരുന്നു. കാരണം എല്ലാവരുടെ അടുത്തും സ്മാർട്ട് ഫോണില്ല, ഇൻ്റർനെറ്റ് അധികം സ്പീഡിൽ നമുക്ക് കിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ പേയ്മെൻറ്റിന് വേണ്ടി UPI ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ കൊറോണ വന്നതിന് ശേഷം ഒരുപാട് പേര് ഓൺലൈനിലേക്ക് മാറി, പഠനാവശ്യത്തിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ആയിട്ട്. അത് മാർക്കറ്റ് നമുക്ക് വേണ്ടി ഇപ്പോൾ സെറ്റിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയാൽ മാത്രം മതി. അപ്പോൾ ഓൺലൈനിൽ വലിയ അവസരമുണ്ട്. മാർക്കറ്റിങ്ങിനായിട്ട് സോഷ്യൽ മീഡിയയെ പരമാവധി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി പുതിയതായിട്ട് നമ്മൾ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ടെക്നിക്കാണ്, പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പേ തന്നെ അതിൻ്റെ പുറകിലുള്ള സ്റ്റോറി, ആരാണോ ഫൗണ്ടേഴ്സ്, ആ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആളുകൾ പ്രൊഡക്റ്റ് അവരുടെ കയ്യിൽ കിട്ടിയിട്ട് പോലുമില്ല. അവരതിന് തുടക്കം മുതലേ തന്നെ അവർ സ്റ്റോറി രൂപത്തിലായിട്ട് ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഇതെന്തിനാണ് അവർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ പ്രൊഡക്റ്റ് വരുമ്പോഴേക്കും ഒരു കുറച്ച് ഓഡിയൻസ് നമുക്ക് ആയിട്ടുണ്ടാവും. ഇപ്പം നമ്മളൊരു ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുകയാണ്, ആ ചിന്തിച്ച് തുടങ്ങുന്ന അന്ന് മുതൽ ലോഗോ പോലും ആയിട്ടില്ല, പേര് പോലും കണ്ടെത്തിയിട്ടില്ല, ജസ്റ്റ് അതിക്ക് മുമ്പേ തന്നെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ രൂപത്തിൽ ഇവരുടെ സ്റ്റോറി പറയാണ്. സ്റ്റോറി പറയുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോറി ആളുകളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഉപകരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് കയറുന്നതും സ്റ്റോറി രൂപത്തിൽ ഇൻഫർമേഷൻ കിട്ടുമ്പോഴാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യണത്. അപ്പോൾ ഇവർക്ക് പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല, ലോഗോ ആയിട്ടില്ല, പേരായിട്ടില്ല. അപ്പോൾ ഓരോ സംഗതികളും ഇവരുടെ ആ ലൈഫിൽ എന്താ നടക്കണം, ആ ബിസിനസ് ജേണിയിൽ എന്താണ് നടക്കണേന്നുള്ളത് കൃത്യമായിട്ട് അവർ ഡോക്യുമെൻ്റ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിലൂടെ അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ യൂട്യൂബിലെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യണതായിട്ട് കാണാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് ഒരു വിഭാഗം ഓഡിയൻസ് വരിക. അപ്പോൾ നിങ്ങളുടെ ആ പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കിത്
ഒരു വിഭാഗം ആളുകൾക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയയിലെ നമ്മളുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസ് ഈക്വൽസ് നമ്മളുടെ ഫ്യൂച്ചർ കസ്റ്റമർ എന്നാണ്. ഫ്യൂച്ചറിൽ നമ്മുടെ കസ്റ്റമർ ആകാൻ പോകുന്ന ആളുകളാണ് ഇവരെല്ലാം തന്നെ. എല്ലാം എന്ന് പറയാൻ പറ്റില്ല, ഒരു നിശ്ചിത വിഭാഗം എന്തായാലും. എല്ലാവരെയും നമുക്ക് കസ്റ്റമറായിട്ട് വേണ്ട, ഒരു നിശ്ചിത വിഭാഗം വന്നാൽ തന്നെ നമുക്ക് തരക്കേടില്ലാത്ത ബിസിനസ് നമുക്ക് റൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് സോഷ്യൽ മീഡിയയിൽ. സോഷ്യൽ മീഡിയ സൗജന്യമായിട്ട് തന്നെ നമുക്ക് ചെയ്യാനും സാധിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്, സോഷ്യൽ മീഡിയ എന്നുള്ള നമ്മളുടെ ഓഡിയൻസിനെ എല്ലാം തന്നെ അവർക്ക് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മീഡിയം വേണമല്ലോ. അതെപ്പോഴും നല്ലത് വാട്സപ്പാണ്. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ എന്തൊക്കെ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യണുണ്ടോ, അതായത് മാർക്കറ്റിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു വീഡിയോ ആവാം, ഒരു പോസ്റ്റർ ആവാം, എന്ത് തന്നെയാണെങ്കിലും അവിടെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കണം, നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. കാരണം എല്ലാവർക്കും വാട്സപ്പ് ഉള്ളപ്പോൾ വാട്സപ്പ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ആളുകൾക്ക് കുറേ കൂടി എളുപ്പമായിട്ടുള്ളത്. ഇപ്പോൾ ഇമെയിലൊന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ നിങ്ങൾ വാട്സപ്പ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ആളുകൾക്ക് കുറേ കൂടി എളുപ്പം അതാണ്. എന്നിട്ട് വാട്സപ്പ് വഴി പരമാവധി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. വാട്സപ്പിലൂടെ നിങ്ങൾ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. കസ്റ്റമേഴ്സ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ വാട്സപ്പ് ബിസിനസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് ക്വിക്ക് റിപ്ലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എല്ലാം സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഓർഡറുകൾ ലഭിക്കും. വാട്സപ്പ് ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇത് ഉപയോഗിക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലുള്ള ഓഡിയൻസിനെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ പ്ലാറ്റ്ഫോമിലൂടെ മാർക്കറ്റിംഗ് ചെയ്യുമ്പോഴാണ് ആളുകൾ കാണുള്ളൂ. അങ്ങനെ കണ്ടുവരുന്ന ആളുകൾ നമ്മളുടെ വാട്സപ്പിൽ എത്തണം. വാട്സപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവിടെ വെച്ചിട്ട് കസ്റ്റമർ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കസ്റ്റമറുടെ അടുത്ത് നമ്മൾ അഡ്രസ്സ് സ്വീകരിക്കും. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അവർക്ക് അയച്ചു കൊടുക്കും. അവർ നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കൊറിയർ അയച്ചു കൊടുക്കും. ഇനി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കൊറിയർ. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കൊറിയർ നമ്മളെങ്ങനെ അയക്കും എന്നുള്ളത്. ഇത് കൊറിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഏറ്റവും നല്ല കൊറിയർ പലരും ചോദിക്കാനാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കൊറിയറിൻ്റെ കേസിൽ ഇപ്പം നമ്മളുടെ സിറ്റിയിൽ നല്ല സർവീസ് തരുന്ന ഒരു കൊറിയർ കസ്റ്റമറുടെ സിറ്റിയിൽ നല്ല സർവീസ് കൊടുത്തോളണമെന്നില്ല, നിർബന്ധമില്ല. ഇപ്പം നല്ല സർവീസ് എൻ്റെ പിൻകോഡിൽ നല്ല സർവീസ് തന്നെ കൊറിയറുകളുണ്ട്. അത് നല്ലതെന്ന് ഒരു പക്ഷേ എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം കസ്റ്റമർക്കാണല്ലോ അത് കിട്ടേണ്ടത്, അവിടുത്തെ ആൾക്കാണ് അത് കിട്ടേണ്ടത്. ആ ഏരിയയിൽ ഒരു പക്ഷേ ഈ കൊറിയർ നല്ലതായിക്കോളണമെന്നില്ല. അപ്പോൾ കൊറിയറിൻ്റെ കേസിൽ നമുക്ക് പരീക്ഷിച്ചാണ് സംഗതി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ പല പ്രൈവറ്റ് കൊറിയറുകൾ ഉപയോഗിക്കുക. അതേപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾക്ക് കൊറിയർ അയക്കാനായിട്ട് സാധിക്കും. പിന്നെ ഓൺലൈൻ വഴി കൊറിയർ അയക്കാനൊരു ഓപ്ഷൻ ഉണ്ട്. ഷിപ്പ് റോക്കറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. നിങ്ങൾക്ക് മറ്റേതിൽ കിട്ടും, പ്ലേ സ്റ്റോറിൽ കിട്ടും. ഷിപ്പ് റോക്കറ്റിൽ നോക്കാം. ഷിപ്പ് റോക്കറ്റ് വഴി നമുക്ക് ആമസോൺ വഴിയും ഫ്ലിപ്കാർട്ട് വഴിയും കൊറിയർ അയക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക ഏതാണ് ബെസ്റ്റ് എന്നുള്ളത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർഡറുകൾ വരാൻ നേരത്ത് പരമാവധി കൊറിയറുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഇപ്പോൾ ഒരു കൊറിയർ ഒരു ചെറിയ പ്രൊഡക്റ്റ് ആയിരിക്കാം നിങ്ങളുടെ, അത് നിങ്ങൾ കൊറിയർ അയക്കാൻ നേരത്ത് ഒരെണ്ണമായിട്ട് അയക്കുമ്പോൾ ഇപ്പോൾ ഇത്ര 1/2 കിലോയുടെ താഴെ ചിലപ്പോൾ 50 രൂപയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 ഓർഡർ ഒരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ അവരോട് അത് കുറയ്ക്കാനായിട്ട് പറയാം. ഒരു പീസ് സെൻഡ് ചെയ്യുമ്പോൾ ആ റേറ്റ് കുറയ്ക്കാനായിട്ട് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാനുള്ളൊരു ലെവറേജ് അവിടെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്യാൻ നമ്മുടെ അടുത്തുണ്ട്. കാരണം സാധാരണ ഒരാൾ വരുന്നതിനേക്കാൾ കൂടുതൽ ഓർഡറുകളാണ് അവർക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ബിസിനസ് മോഡൽ നമ്മൾ മനസ്സിലാക്കണം. അത് വെച്ചിട്ട് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. അപ്പോൾ അവരുടെ അടുത്ത് പറയാം, നിങ്ങൾ കുറച്ച് തരണം, കാരണം ഞങ്ങൾ ഇത്രയും ഓർഡറുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് തന്നുന്നുണ്ട്, അതുകൊണ്ട് റേറ്റിൽ ചെറിയ കുറവ് ഞങ്ങൾക്ക് തരണം. നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്ക കൊറിയർ കമ്പനികളും അതേപോലെ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അതേപോലെ തന്നെ നിങ്ങളുടെ ലൊക്കേഷനിൽ വന്ന് കൊറിയർ എടുത്തുകൊണ്ട് പോകാൻ അവരുടെ അടുത്ത് പറയണം. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് ഇത്രയും പാക്കറ്റ് ഇതെല്ലാം പാക്ക് ചെയ്ത് വെക്കാൻ നേരത്തെ ഇത്രയും കൊറിയർ ഉണ്ടല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്തായാലും അവരുടെ ഡെലിവറി അസോസിയേറ്റുകൾ, ഡെലിവറി ബോയ്സ് ആ ലൊക്കേഷനിലൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് നിങ്ങളുടെ ലൊക്കേഷനിൽ വന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് പറയണം. അപ്പോൾ നിങ്ങൾക്ക് സിറ്റിയിലോട്ട് പോകേണ്ട ഒരു ഇത് സ്കിപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ നല്ല രീതിയിൽ ഓർഡർ ഉണ്ടെങ്കിലാണ് നടക്കുള്ളൂ. അപ്പം പരമാവധി ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിംഗ് അതിൽ ഫോക്കസ് ചെയ്യുക. മാർക്കറ്റിങ്ങിൽ ഫോക്കസ് ചെയ്താലാണ് നമുക്ക് ഓർഡറുകൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് കൊറിയറിൻ്റെ ഇതിൽ പറയാനുള്ളത്. അത് ഇന്നൊരു കൊറിയർ എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഈ കൊറിയറാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ഞാനത് പറഞ്ഞതിന് ശേഷമാണെങ്കിൽ നിങ്ങൾ ആ കൊറിയർ ചിലപ്പോൾ മോശമായിട്ടുണ്ടാവും, ചിലപ്പോൾ അവർ നിർത്തിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ എവർഗ്രീൻ ആയിട്ട് ഇരിക്കണം ഈ ഒരു വീഡിയോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു കൊറിയർ എന്ന് പറയണില്ല. നിങ്ങൾ തന്നെ പരീക്ഷിച്ച് നോക്കുക. പല പ്രൈവറ്റ് കൊറിയറുകളും ഉണ്ട്.
ചിലത് നമുക്ക് പരീക്ഷിച്ച് മാത്രമാണ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നെഗോഷിയേറ്റ് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുക. അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക. പ്രൈസിൻ്റെ കാര്യത്തിലും നിങ്ങളുടെ ലൊക്കേഷനിൽ വന്ന് എടുത്തുകൊണ്ട് പോകുന്ന കാര്യത്തിലും ഒക്കെ നെഗോഷിയേറ്റ് ചെയ്യുക. പിന്നെ എല്ലാ കൊറിയറിനും ഉള്ളൊരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാക്കേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യണതാണ്. ഒരു വണ്ടിയിൽ നിന്ന് ആ വണ്ടിയിലേക്ക് എടുത്തിടുക, ഇതൊക്കെ പല പല ആളുകൾ കൈമറിഞ്ഞ് പോണതാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞത്, പെട്ടെന്ന് ഡാമേജ് വരാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഒഴിവാക്കുക. ഓൺലൈൻ മാത്രം ഉദ്ദേശിച്ചാണ് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ബിസിനസ് ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് നല്ല രീതിയിൽ പാക്കൊക്കെ ചെയ്ത് അയക്കാൻ സാധിക്കുമെങ്കിൽ നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞത് ഇന്നവരെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇറങ്ങാൻ പോവുകയാണെങ്കിൽ നിങ്ങളിത് ഒഴിവാക്കിക്കോ. ഇനി ഓൾറെഡി നിങ്ങൾ ബിസിനസ്സിലുണ്ട്, നിങ്ങൾക്ക് അതിൻ്റേതായ പാക്കേജിങ്ങും കാര്യങ്ങളും കാർട്ടൺ ബോക്സൊക്കെ ഉണ്ടെങ്കിൽ ഫൈൻ, നോ പ്രോബ്ലം. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ടതില്ല. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, കൊറിയറുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് സ്വാഭാവികമായിട്ട് വരാൻ സാധ്യതയുള്ള സംശയമാണ്, നിങ്ങൾ ഫിസിക്കൽ പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് ചെയ്യാൻ നേരത്ത് ഈ പ്രൊഡക്റ്റുകളൊക്കെ എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളത്. എവിടെ നിന്ന് കിട്ടും, നമുക്കിത് ഹോൾസെയിലായിട്ട് എവിടെ നിന്ന് കിട്ടും? പല രീതിയിൽ നമുക്കിത് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വളരെ കുറഞ്ഞ മുതൽ മുടക്കിലാണ് ചെയ്യണമെങ്കിൽ, ജസ്റ്റ് ഒരു പരീക്ഷണം എന്നുള്ള രീതിയിലാണ് ചെയ്യണമെങ്കിൽ വേറെ സംസ്ഥാനത്ത് പോയി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ലോക്കൽ മാർക്കറ്റ് തന്നെ അപ്രോച്ച് ചെയ്യാനായിട്ട് നോക്കുക. ലോക്കൽ മാർക്കറ്റിൽ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണോ എന്ന് നിങ്ങൾ കണ്ടെത്തുക. ഇനി നിങ്ങളുടെ ലോക്കൽ പ്രാദേശികമായിട്ട് കിട്ടുന്ന എന്തെങ്കിലും യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓൺലൈനിൽ ബിസിനസ് ചെയ്യാം. എപ്പോഴും ഈ ചൈനയിൽ നിന്നും ബോംബെയിൽ നിന്നൊക്കെ വന്ന പ്രൊഡക്റ്റുകൾ തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ ആ പ്രദേശത്ത് മാത്രം ലഭിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ, ഓൺലൈനിൽ മുറം വിൽക്കുന്ന ആളെ എനിക്കറിയാം, ചൂല് വിൽക്കുന്ന ആളെ എനിക്കറിയാം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഹോട്ട് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് തോന്നില്ല. ചൂല് കച്ചവടം എന്തെന്നാണ് ഓൺലൈനിൽ എന്നൊരു ഫീലായിരിക്കും മിക്കവർക്കും വരാം. പക്ഷേ ഇതിനെല്ലാം ഡിമാൻഡ് ഉണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാദേശിക പ്രൊഡക്റ്റുകൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ആ ലൊക്കാലിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓവർ സ്റ്റോക്ക് ചെയ്യാതെ എടുക്കാനായിട്ട് സാധിക്കും. 1-2 പീസ് മാത്രം എടുത്ത് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഓർഡർ വരുന്നതിനനുസരിച്ച് നമുക്ക്, കാരണം നമ്മുടെ ലോക്കലി തന്നെ അതിൻ്റെ സപ്ലൈ ഉണ്ടല്ലോ, അപ്പോൾ ഒരുപാട് ഡിലേ ആവില്ല. നമുക്ക് അവിടെ നിന്ന് ഓർഡർ കൊടുത്ത് ഇവിടെ എത്തേണ്ട ഡിലേ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രാദേശികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഓൺലൈനിലൂടെ ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ അത് മാത്രമല്ല, അത് മാനുഫാക്ചർ ചെയ്യുന്ന ആളുകൾക്ക് ഇതൊരു ഹെൽപ്പും കൂടിയായിരിക്കും. വളരെ ചെറിയ രീതിയിലൊക്കെ മാനുഫാക്ചർ ചെയ്യണവരാണെങ്കിൽ നിങ്ങൾ വഴി അവർക്ക് ഓർഡർ കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അവർക്കും കൂടി ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ മാർട്ടെല്ലാം വഴി നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ സൂക്ഷിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ ഉള്ള പ്രൊഡക്റ്റുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഈ ചാനൽ 1 വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കറിയാം, ഞാൻ ഡൽഹിയിൽ കുറച്ച് നാളുണ്ടായിരുന്നു. അവിടുത്തെ മാർക്കറ്റുകളെല്ലാം വിസിറ്റ് ചെയ്ത് നമ്മൾ ഈ ചാനലിൽ തന്നെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണുന്നതല്ലായിരിക്കും അവർ ചിലപ്പോൾ നമുക്ക് കൊറിയർ അയച്ചു തന്നത്. അപ്പോൾ അത് കുറച്ച് അവർ ഫോട്ടോയിൽ കാണിക്കും, വീഡിയോയിലെല്ലാം കാണിക്കും. പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടാൻ നേരത്ത് നിങ്ങൾ പച്ച ഓർഡർ ചെയ്യുമ്പോൾ അവർ മഞ്ഞ അയക്കും. നിങ്ങൾ XL സൈസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ L സൈസ് അയക്കും. അല്ലെങ്കിൽ L സൈസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ XXL അയക്കും. കറുപ്പ് ഓർഡർ ചെയ്താൽ നീല അയക്കും. അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിലെ മാർക്കറ്റുകളിലുണ്ട്. അപ്പോൾ യൂട്യൂബ് വഴി ഹിന്ദിക്കാരെല്ലാം വീഡിയോ കണ്ട് നിങ്ങൾ എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റിപ്പ് കുറച്ച് നടക്കുന്നുണ്ട് ആ മേഖലയിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇനി അവിടെ നേരിട്ട് പോയി എടുക്കുകയാണെങ്കിൽ പ്രശ്നമല്ല. അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കാം, നേരിട്ട് പോയി എടുക്കുമ്പോഴും ഇത് പാക്ക് ചെയ്ത് കൊറിയർ അയക്കേണ്ട ആളുകൾ നിങ്ങളായിരിക്കണം. അവിടെ നേരിട്ട് പോയി കണ്ട് നിങ്ങൾ കാശും കൊടുത്ത് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ പോകുന്ന ഗ്യാപ്പിൽ ചിലപ്പോൾ അവർക്ക് മാറ്റി വെക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ നടക്കുന്ന സംഗതി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ പോയി എടുക്കണവർ പോലും നിങ്ങൾ തന്നെ ആ സാധനം എടുത്ത് സാറിന് ഞങ്ങൾ തന്നെ പാക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പാക്ക് ചെയ്യിപ്പിച്ചിട്ട് അത് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ചിലവർ പറ്റിക്കാനൊരു ഗ്യാപ്പ് കിട്ടിയാൽ പറ്റിക്കുന്നവരുണ്ട്. എല്ലാവരും അങ്ങനെ പറ്റിക്കില്ല, പക്ഷേ പറ്റിക്കാൻ എവിടെയെങ്കിലും എനിക്കൊരു ഗ്യാപ്പ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പറ്റിക്കും. അങ്ങനത്തെ മൈൻഡ് സെറ്റായിട്ട് ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഉള്ള ഓപ്ഷൻ ഇന്ത്യ മാർട്ടൊക്കെയാണ്. ഇന്ത്യ മാർട്ട് വഴി ഓർഡർ ചെയ്യാം. ഇന്ത്യ മാർട്ട് വഴി ഓർഡർ ചെയ്യുമ്പോഴും നിങ്ങൾ ആ കൊറിയർ റിസീവ് ആകുമ്പോൾ തന്നെ അതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എടുത്തു വെക്കുക. കാരണം ഇൻ കേസ് നിങ്ങൾ ഉദ്ദേശിച്ചതല്ല വന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യ മാർട്ടിന് കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവരുടെ ടീം വന്ന് ഇത് റിസോൾവ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. 1-2 സംരംഭകർ എൻ്റെ അടുത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പേഴ്സണലി അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ എടുത്തേക്കണത് നേരിട്ട് പോയിട്ടുള്ള രീതിയിലാണ് എടുത്തേക്കണത്, ഡൽഹിയിൽ തന്നെ. അപ്പോൾ അത് നിങ്ങൾ നോക്കാം. ഇന്ത്യ മാർട്ട് പോലുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ലോക്കൽ സപ്ലയേഴ്സിനെ നിങ്ങൾക്ക് നോക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ഓൺലൈനിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.
നിങ്ങൾക്ക് കൂടുതലായിട്ട് മാർക്കറ്റിംഗ് എല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ കസ്റ്റമറെ കണ്ടെത്താം, അങ്ങനെ ഓൺലൈൻ വഴി മാർക്കറ്റിംഗ് ചെയ്യാമെന്നൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ അംഗമാവാം. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.